അമ്മേ അമ്മേ നോക്കണേ, വിളിക്കുന്നു, പിള്ളേര് വിളിക്കുന്നേ. നേരം വെളുത്തത് അറിഞ്ഞേയില്ല. നേരം വെളുത്തത് അറിഞ്ഞില്ല. എന്തായാലും നല്ല കണി. കാപ്പിക്ക് എന്തിനാ മക്കളെ? നീ എന്താടി നാണിച്ച് മൂലക്കയറി നിൽക്കുന്നത്? ഇതെന്തൊരു മനുഷ്യനാ? എന്ത് പറ്റി? അതുങ്ങൾക്ക് വല്ല സംശയം തോന്നി കാണും. അതിന് അതുങ്ങൾ എന്ത് കണ്ടു, നമ്മൾ എന്ത് ചെയ്തു? എടി, അല്ലേലും അവർക്കറിയാം അവരുടെ ഭർത്താക്കന്മാരെ പ്രസവിച്ചത് നീയാണെന്ന്. മതി. ഇവരെപ്പോഴാ ഒന്നാം വിരുന്നിന് പോകുന്നത്? കാപ്പിപൊടിയും കഴിഞ്ഞ് പോന്നെന്നാ പറഞ്ഞു. എന്നാ ഞാൻ വേഗം കുടിച്ച് റെഡിയാകാം. മോളെ വരണമേ. മോളെ മോള് പോയേ പിന്നെ അമ്മ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഞാനോ? എന്നെ നീ ഉറക്കിയിട്ടുണ്ടോ? ഓരോ ദിവസം നിന്റെ കാര്യം പറഞ്ഞാ ഞങ്ങൾ നേരം വിളിപ്പിക്കുന്നത്. ഉഷ ഇവിടുത്തെ കാര്യം തന്നെ എപ്പോഴും പറയായിരുന്നു. അപ്പൊ രാജനെ ഈ വെളിവ് ഉറക്കിയിട്ടില്ല. കാപ്പി കാപ്പി. എന്താ ഇത്ര വലിയ ആലോചന? പിള്ളേര് വിരുന്നിന് പോയപ്പോ വീട് ഉറങ്ങിപ്പോയല്ലോടി. നാളെ അവരിങ്ങി വരത്തില്ലേ? അതുവരെ ഒന്ന് ക്ഷമിക്കേ. നമ്മളുടെ മക്കളുടെ ഭാര്യമാരായിട്ട് 2 പെമ്പിള്ളേരൂടെ വന്നിരിക്കുക. ഒരുത്തി പണക്കാരിയും മറ്റോ പാവപ്പെട്ടുള്ളൂ. പക്ഷേ ആ വ്യത്യാസം ഒരു കാര്യത്തിലൂടെ ഉണ്ടാകരുത്. എന്നോടത് പ്രത്യേകിച്ച് പറയണോ? നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങൾ കുറെ ആയില്ലേ? രാജൻ എങ്ങോട്ടാ? ചേട്ടനെ ഒന്ന് കണ്ടേച്ചു വരാന്നും പറഞ്ഞ് പോവോ അച്ഛാ? വിരുന്ന് വന്നതല്ലേ, ഇന്ന് പോണോ? ഞാൻ ഉടനെ വരാം. പിന്നെ ലഞ്ചിന് അച്ഛൻ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. നേരത്തെ വരണേ. ഓക്കെ. മോളെ, ഇനി അവന്റെ കാലയിൽ നീ ഒരു ചരട് കെട്ടണം. അതിന്റെ അറ്റം എന്നും എന്റെ മോളുടെ കയ്യിലിരിക്കണം. നന്മയ്ക്കു വേണ്ടി നീ നേർവഴിയിൽ നിന്നു ധർമ്മയുദ്ധം ചെയ്തു തോറ്റുപോയാൽ പോകട്ടെ ആ തോൽവി തന്നെ ജയമെന്ന് ലോകർ കടച്ചിയിൽ സമ്മതിക്കും എന്ന് പണ്ടാരോ എഴുതിയിട്ടുള്ളത് എത്രയോ ശരിയാണ്. ഈ കോലോത്തിന്റെ പഴയ കഥകൾ വല്ലതും ബാലചന്ദ്രൻ കേട്ടിട്ടുണ്ടോ ആവോ? ചിലതെല്ലാം കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ഇനി ഊണ് കഴിഞ്ഞിട്ടാവാം. ആയിക്കോട്ടെ, എഴുന്നേറ്റോളൂ. ആരാ വരുന്നത് നോക്കിയേ. അല്ല, ഇതാര്? രാജേന്ദ്രനോ? വന്നോളൂ വന്നോളൂ. നീ എന്താ ഇങ്ങോട്ട് പോകുന്നത്? അത് കൊള്ളാം, എനിക്ക് എന്റെ ചേട്ടനെ ചേട്ടത്തമ്മ കണ്ടേ. എങ്കിൽ കൈ കഴിക്കോളൂ, ഊണ് കഴിക്കാം. ഞാൻ റെഡി. വെള്ളോട്ടിരിക്കുന്നു. അത് ശരിയല്ല. വിരുന്നിന് പോയിരിക്കും നീ. ഇന്ന് ഭാര്യ വീട്ടിൽ നിന്നല്ലേ ഊണ് കഴിക്കേണ്ടത്? അല്ലെങ്കിൽ ഉഷയ്ക്ക് എന്ത് തോന്നുന്നു? ചേട്ടന്റെ പങ്കയോറ് എനിക്ക് അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാന്നോ പറയുന്നത്? ചേട്ടത്തമ്മയുടെ പങ്ക് കാണത്തില്ലേ? തീർച്ചയായും. പക്ഷെ ഇവിടെ സദ്യയൊന്നുമില്ല, ഊണുണ്ട്. എനിക്ക് ആ ഊണാ വേണ്ടത്. അപ്പൊ അവിടുത്തെ ചോറ് ആരുന്നു? അതെ, ചേട്ടൻ പോയുണ്ടോ? ഏതായാലും ഇത്തവണ വന്നില്ലേ, ഊണ് ഇവിടുന്ന് തന്നെ ആയിക്കോട്ടെ. അത് തന്നെ ഞാനും പറഞ്ഞത്. എങ്കിൽ വരൂ. എന്താ ഇരിക്കാൻ? നല്ല അഭ്യാസം. എന്റെ പൊന്നേട്ടത്തമ്മ ഞാൻ ഈ ആവണ പല മാറ്റി വിടുന്നുണ്ടോളാം. ചേട്ടത്തമ്മ വീട്ടിലേക്ക് വരുമ്പേ ഇതേ 2 എണ്ണം കൊണ്ടുവരണേ. അതെന്തിനാ? അച്ഛനെ അമ്മയും ഇതേലൊന്ന് ഇരുത്തി പഠിപ്പിക്കണം. നല്ല സാമ്പാറിന്റെ വേണം.
മണി 3 കഴിഞ്ഞു. ഇനി നീ വന്ന് ഊണ് കഴിക്കേ. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ അമ്മേ കഴിക്കുന്നത്? എന്നാ അവിടെ നിന്നു, അവൻ വന്നിട്ട് കഴിച്ചാ മതി. പക്ഷേ ഉടനെ വരാമെന്ന് പറഞ്ഞു പോയ ആളാ. അച്ഛൻ ക്ഷണിച്ചു വരുത്തിയവരൊക്കെ 2 മണിവരെ കാത്തിരുന്നു. എന്തിനാണിങ്ങനെ? ഞാന് പോട്ട് മോളെ, ഏതായാലും വന്നല്ലോ. ഇനി പരിഭവമൊക്കെ ഊണ് കഴിഞ്ഞിട്ടാവാം. രാജന് ചോറ് കൊണ്ട് കൊടുക്ക്. ഞാൻ ഊണ് കഴിച്ചു. എവിടുന്ന്? ഏട്ടത്തിയമ്മയുടെ വീട്ടിൽ നിന്ന്. ചേട്ടത്തിയമ്മയുടെ വീട്ടിൽ നിന്നോ? അത് മോശമായി പോയി രാജ. ഊണ് കഴിക്കാൻ തിടുക്കം പിടിച്ചു പോയതെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നല്ലോ. എന്നേക്കാൾ വലുതാണ് ചേട്ടത്തിയമ്മ, ഇല്ലേ? ഞാന് ഏട്ടത്തിയമ്മ നിർബന്ധിച്ചോണ്ടാ ഉണ്ടത്. രാജൻ വിരുന്ന് വന്നത് ഇവിടല്ലേ, അവിടെ അല്ലല്ലോ. ഏട്ടത്തിയമ്മ അങ്ങനെ നിർബന്ധിക്കാൻ പാടില്ലല്ലോ. അതിപ്പം ഒന്നും പറയണ്ട. ചെയ്ത തെറ്റ്. വിവാഹം കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും. അത് കഴിഞ്ഞേ ഉള്ളൂ അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയൊക്കെ. രാജനോട് ഊണ് കഴിക്കുമ്പോൾ രാജന്റെ ഭാര്യ ഇവിടെ ബസ്സിന്ന് കാത്തിരിക്കുകയായിരുന്നു. മേലാൽ ഇത് ആവർത്തിക്കരുത്. പോയി അവിടെ സമാധാനിപ്പിക്കും. മോളെ, ഒന്നാം വിരുന്നിന് മടങ്ങിയില്ലേ? വെറും കൈയോടെ പോണ്ട. അല്പം കടുമാങ്ങിയെങ്കിലിരിക്കട്ടെ. മോളെ, എന്തിനാ കരയുന്നത്? എന്റെ മോൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പോകുമ്പോൾ കൊടുത്തയക്കാൻ നിവൃത്തിയില്ലാതായി പോയല്ലോ. എന്തെല്ലാം കൊടുത്ത കോവിലകമാണിത്. അതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇന്ദുവിന് അവിടെ ഒരു കുറവും വരില്ല. ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ, ഇന്ദു പോവുക. ഇവൾ നന്ദിനിക്കുട്ടി ഇന്ദുവിന്റെ പ്രാണനാ. ഇവളെ കൂടി കൊണ്ടുപോയിക്കൊള്ളൂ. അത് വേണമെന്നില്ല. നന്ദിനി ഇവിടെ തന്നെ നിന്നോട്ടെ. അങ്ങനെ പറയരുത്. സന്തോഷത്തോടുകൂടി തരുന്നതാണ്. മറ്റൊന്നും തരാൻ ഞങ്ങളുടെ കയ്യിലില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. ബുദ്ധിമുട്ടണമെന്നില്ല. അപ്പുണ്ണി ഇവളെ അവിടെ എത്തിച്ചോളും. അപ്പുണ്ണി ഉച്ച തിരിഞ്ഞ് നന്ദിനിക്കുട്ടിയെ ഇവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തോളൂ. അടിയൻ. വള്ളക്കാരൻ വന്നിട്ടില്ലേ? ഉവ്വ്. എന്നാ പുറപ്പെട്ടോളൂ. നീ എന്തിനാണ് ഈ ഭാഗീരഥി കരയുന്നത്? അവള് ദൂരെങ്ങാണോ പോകുന്നത്? ഓ, ഇതൊരു ചടങ്ങാണല്ലോ. നമ്മുടെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അന്ന് നിങ്ങൾ എന്തിനാ കരഞ്ഞത്? അതെ, ജീവിതം മുഴുവൻ നിന്റെ കൂടെ കഴിയണമല്ലോ എന്ന് വിചാരിച്ച് കരഞ്ഞു പോയത്. മോളെ, തൽക്കാലം കുറെ വീട്ടു സാധനങ്ങളും പലഹാരങ്ങളും ഒക്കെ ഉണ്ട്. വീട് വെച്ചതിന് ശേഷം മോക്ക് ആവശ്യമുള്ളതെല്ലാം അച്ഛൻ വാങ്ങിച്ചു. അച്ഛാ, രാജേട്ടന്റെ വീട്ടുവാതിക്കൽ എനിക്ക് നല്ലൊരു റോസ് ഗാർഡൻ ഉണ്ടാക്കണം. അവിടെ എന്തിനാ ഇനി തോട്ടം? അവിടെ ആഗ്രഹമില്ലേ മോനെ?
മോളെ, നീ ഇപ്പൊ റോസ് നടാനും വളർത്താനും ഒന്നും പോകണ്ട. ഒരു 100 ചട്ടി നല്ല റോസ് ചെടി അച്ഛൻ വാങ്ങി കൊടുത്തയച്ച. ശരി അച്ഛ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇത്രയേറെ പലഹാരങ്ങൾ എന്തിനായിരുന്നു? ഇതൊക്കെ ഇനി എന്ത് ചെയ്യും? ഉഷയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, അയൽ വീടുകളിലും കൊടുത്തയക്ക്. ഇന്ദുവിന്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവരാൻ പറ്റാത്തതിൽ അവക്ക് വിഷമം കാണും. പാവം പെണ്ണ്. നീ ഒരു കാര്യം ചെയ്, അവളല്ലേ മൂത്തത്, അവളെ വിളിച്ച് ഇത് പങ്കുവെപ്പിക്ക്. അപ്പോ അവളുടെ വിഷമം അങ്ങ് മാറും. അത് ശരിയാ. ആ, ഈ കടുമാങ്ങ എനിക്ക് വേണം. കോലത്തെ കടുമാങ്ങയുടെ സ്വാദ് ഒന്ന് വേറെ തന്നെയാ. മോളെ. ആഹാ, 2 പേരും ഉണ്ടോ? മക്കളെ, ഇത് നമ്മുടെ വീട്ടിൽ വന്ന പലഹാരങ്ങളാ. ഇന്ദുമോൾ ഒരു കാര്യം ചെയ്യ്, ഇതൊക്കെ ഒന്ന് പങ്കുവെച്ച് കുറേശ്ശെ അയൽവക്കത്തും കൊടുത്തയക്ക്. ഉഷമോളും കൂടി ഒന്ന് സഹായിച്ചു കൊടുക്ക്. എന്തു പറ്റി? എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരം പങ്കുവയ്ക്കാൻ എനിക്കറിയില്ലേ? അതിന് വെറും കൈയോടെ വന്നവര് വേണോ? കാര്യം എന്താന്ന് പറ. എന്റെ വീട്ടിന് പലഹാരമൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതിന് എന്നെ കൊച്ചാക്കാനല്ലേ അമ്മ അത് പങ്കിടാൻ എന്നോട് പറഞ്ഞത്. എന്തു, എന്റെ അമ്മയെ പറ്റി നിനക്കൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. ഒന്ന് പരിഭവിക്കാൻ പോലും അറിഞ്ഞുകൂടാത്തവരാണ് അവർ. അമ്മ ഇവിടെ എന്ത് നിശ്ചയിക്കുന്നോ അത് നടക്കണം. വേഗം പോയി പലഹാരം പങ്കുവയ്ക്ക്. ഓ, വേറെ എന്ത് പറഞ്ഞാൽ ഞാൻ സഹിക്കും. എന്റെ അമ്മ പക്ഷപാതം കാണിക്കാണെന്നേ നീയല്ല നിന്റെ തന്ത പറഞ്ഞാൽ ഞാൻ അടിക്കും. അതിന് എന്റെ തന്തയ്ക്ക് പറയുന്നത് എന്തിനാ? നീ എന്റെ അമ്മയെ കുറിച്ച് വേണ്ടാനും പറഞ്ഞിട്ട് ഓ പോയി പലഹാരം പങ്കിട്ടൂടെ. ഓ അല്ല, ഇതിവിടെ വെച്ചോണ്ട് നോക്കി നിൽക്കുവാന്നോ? ഇപ്പൊ കൊടുത്തേക്ക് അമ്മേ. ഉഷമോളെ, വീട്ടിൽ നിൽക്കുമ്പോ ഇത്ര ആഭരണങ്ങൾ എന്തിനാ? ആവശ്യത്തിന് എന്തെങ്കിലും പോരെ? ബാക്കിയുള്ളതെല്ലാം ഒരു രാജന്റെ കൊടുത്തിട്ട് പെട്ടി വെച്ച് പൂട്ടാൻ പറ. എന്നാ പെട്ടി വെച്ച് പൂട്ടിയേക്ക്. എന്താ ഉഷേ? ചേട്ടത്തിക്ക് ആഭരണം ഒന്നും ഇല്ലാത്തതിന് ഞാൻ എന്ത് പഴിച്ചു? അതിന് എന്റെ ആഭരണങ്ങളൊക്കെ ഒരു പെട്ടിയിൽ വയ്ക്കാൻ പറയുന്നത് എന്തിനാ? ആര് പറഞ്ഞു? അമ്മ. ഇനി വന്നേ. ഇത് തന്നെ ഞാനും പറയാതിരിക്കായിരുന്നു. ഇപ്പൊ നിന്നെ കാണാൻ എന്ത് ഭംഗിയായിരിക്കും അറിയാം. വീട്ടിൽ ഇരിക്കുമ്പം ഇത്രയൊക്കെ മതി കേട്ടോ.